നമസ്കാരം. ഇസ്രായേലിലേക്ക് കടന്നുകയറി മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഇറാന്റെ നീക്കം മൊസാദ് പരാജയപ്പെടുത്തി. വിദേശ ഇന്റലിജൻസ് ഏജൻസികളുടെയും ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻ ബെറ്റിന്റെയും സഹകരണത്തോടെയാണ് ഈ അന്താരാഷ്ട്ര ഭീകര ശൃംഖലയെ പുറത്തു കൊണ്ടുവന്നതെന്ന് മൊസാദ് വെളിപ്പെടുത്തി. ഇറാൻ ഇന്റലിജൻസ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ക്രിമിനൽ സംഘങ്ങളെ മുൻനിർത്തിയാണ് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നത്. ഇസ്രായേലിലുള്ളവരെയോ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നവരെയോ റിക്രൂട്ട് ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാനും തുടർന്ന് ആക്രമണം നടത്താനുമായിരുന്നു നീക്കം. ഇറാൻ ഇന്റലിജൻസ് മന്ത്രാലയത്തിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ബാബക് എന്ന ബാബ മഹൂസാദെ ഹാജി ജാഫൻ, നദീം എന്ന മുഹമ്മദ് നദീം യായിദ് എന്നീ കുറ്റവാളികളാണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. ഇവർ ഫ്രാൻസിൽ താമസിച്ചിരുന്ന ഫിലിപ്പ് എന്ന് വിളിപ്പേരുള്ള തുരുത് ഓസ്കോർ എന്ന കുറ്റവാളിയെ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. ഇറാന്റെ പങ്ക് വെളിപ്പെടാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇത്തരം പ്രോക്സി രീതി കൃത്യനിർവഹണം നടത്തുന്നവരുടെ അശ്രദ്ധയാണ് വീണ്ടും കാണിക്കുന്നതെന്നും ഇത് ഇറാനിലുള്ള അവരുടെ ഹാൻഡിൽമാരിലേക്ക് തുറന്നു കാട്ടുന്നതിലേക്ക് നയിച്ചുവെന്നും മൊസാദ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. തങ്ങളുടെ പങ്ക് മറച്ചുവെക്കാൻ ടെഹ്റാൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഭീകര ശൃംഖലയിലെ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ കാരണം ഇറാന്റെ കൈകൾ അതിന് പിന്നിലുണ്ടെന്ന് വീണ്ടും പുറത്തു വന്നിരിക്കുകയാണെന്നും മൊസാദ് വ്യക്തമാക്കി. ഇറാൻ ഇന്റലിജൻസ് മന്ത്രാലയത്തിലെ അസ്ദുള്ള ബഹ്സാദ് ഔസ്കാരി, വാഹിദ് മൽസൂമി, മുഹമ്മദ് ഹുസൈൻ സോഗി, ഹമീദ് ഖാസിമി എന്നിവരാണ് ഈ പദ്ധതിയുടെ പ്രധാന സൂത്രധാരന്മാരെന്നും മൊസാദ് വെളിപ്പെടുത്തി. ഇസ്രായേലിലേക്ക് കടക്കാൻ വിദേശ പൗരന്മാരുടെ ഒരു സംഘത്തെ രൂപീകരിക്കലായിരുന്നു ഫിലിപ്പിന്റെ ചുമതല. ഹാൻഡിൽമാരെ കാണുന്നതിനും പണം കൈപ്പറ്റുന്നതിനുമായി ഇയാൾ പലതവണ ഇറാനിലേക്ക് യാത്ര ചെയ്തിരുന്നു. ഇസ്രായേലിൽ സന്ദർശനം നടത്തുന്ന വിദേശികളുടെ വിവരങ്ങൾ ശേഖരിക്കാനും ഇയാൾക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. ഏറെ നാളായി മൊസാദ് ഈ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇറാനിൽ ഫിലിപ്പുമായി ആശയവിനിമയം നടത്തിയവരുടെയും ചുമതല ഏൽപ്പിച്ചവരുടെ പേര് വിവരങ്ങളും മൊസാദ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിന്റെ പങ്ക് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ ഫ്രാൻസിൽ നിന്ന് നാടുകടത്തി. അതേസമയം 2026 തുടക്കത്തിൽ ഇറാനുമായി നടന്ന യുദ്ധത്തിനിടെ ഇസ്രായേൽ ബഹ്സാദെ ഉസാരി വധിച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം ബാബക്കും നദീമും ഉൾപ്പെടെയുള്ള മറ്റിടനിലക്കാർ ഇറാന്റെ ഭീകര പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഇസ്രായേൽ ഏജൻസികൾ ആരോപിച്ചു. അതിനിടെ ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയ യുദ്ധത്തിനിടെ IRGCയിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. മാർച്ച് തുടക്കത്തിൽ ബാക്കുവിൽ ഇസ്രായേൽ എംബസി, ഒരു സിനഗോഗ്, പ്രാദേശിക നേതാക്കൾ എന്നിവർക്കെതിരെ ഇറാൻ ആസൂത്രണം ചെയ്ത ഭീകരാക്രമണങ്ങൾ തകർത്തതായി അസർബൈജാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇസ്രായേൽ ഏജൻസികളുടെ സംയുക്ത വെളിപ്പെടുത്തൽ. സംഘർഷങ്ങൾ അയഞ്ഞ ശേഷമുള്ള പ്രഖ്യാപനം യുദ്ധത്തിനിടെ ഇസ്രായേൽ പ്രതിരോധ സേന നേടിയ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമായും വിലയിരുത്തപ്പെടുന്നു. 2023 ഒക്ടോബർ 7 ശേഷം ഇറാന്റെ പിന്തുണയോടെയോ നേരിട്ടുള്ള മേൽനോട്ടത്തിലോ പ്രവർത്തിച്ച ഭീകരർ 30-ലധികം ഇസ്രായേലി എംബസികളെ ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൻ ഏപ്രിൽ പറഞ്ഞിരുന്നു. അതേസമയം 2024 സെപ്റ്റംബറിൽ ദി ജെറുസലേം പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2023 ഒക്ടോബർ 7 ശേഷം വിദേശ രാജ്യങ്ങളിലെ ഇസ്രായേലികൾക്കും ജൂതർക്കുമെതിരെ ഇറാൻ ആസൂത്രണം ചെയ്തതും മൊസാദ് തടഞ്ഞതുമായ ആക്രമണ ശ്രമങ്ങളുടെ എണ്ണം 50-ലധികമാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത് ഇരട്ടിയിലേറെ വർധനവാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇസ്രായേലിനുള്ളിൽ ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള ഇറാന്റെ നിരവധിയായ ശ്രമങ്ങളാണ് സുരക്ഷാ ഏജൻസികൾ തകർത്തത്. ഫെബ്രുവരി 28 ആരംഭിച്ച US ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം വിദേശങ്ങളിൽ ഭീകര സെല്ലുകൾ രൂപീകരിക്കുന്നതിനും ആക്രമണങ്ങൾ നടത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ ഇറാന്റെ IRGC ഇരട്ടിയാക്കിയിട്ടുണ്ടെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. അടുത്തിടെ ഏപ്രിൽ മാസത്തിലും ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് സമാനമായ ഭീകര ശൃംഖലയെ മൊസാദും ഷിൻബെറ്റും ചേർന്ന് തകർത്തിരുന്നു. കൂടാതെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ യഹൂദ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച IRGCയുടെ ഖുദ്സ് ഫോഴ്സിന്റെ അന്താരാഷ്ട്ര ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങളും മൊസാദ് പുറത്തുവിട്ടിരുന്നു.